ഇനി ഫുട്ബോൾ ലോകത്തേക്ക് വന്നാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മാതൃകയിൽ സൂപ്പർ ലീഗ് കേരള വരുന്നുണ്ട്. കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന സൂപ്പർ ലീഗ് കേരളയുടെ ഫ്രാഞ്ചൈസികളെ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു. മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായ IM വിജയന്റെയും ബൈച്ചിങ് ബൂട്ടിയുടെയും സാന്നിധ്യത്തിൽ കായികമന്ത്രി V അബ്ദുറഹ്മാനാണ് പ്രഖ്യാപനം നടത്തിയത്. 6 ടീമുകൾ, 3 വേദികൾ, 30-ലധികം മത്സരങ്ങൾ. കേരളം വീണ്ടും ഫുട്ബോൾ ആവേശത്തിലേക്ക്. സംസ്ഥാനത്തെ വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ISL മാതൃകയിൽ ടീമുകൾ. വിദേശ താരങ്ങളും കൂടി അണിനിരക്കുന്നതോടെ കേരളത്തിന്റെ സ്വന്തം ലീഗ് ഇന്റർനാഷണൽ ആകും. കണ്ണൂർ സ്ക്വാഡ്, കാലിക്കറ്റ് FC, മലപ്പുറം FC, തൃശൂർ റോർ FC, കൊച്ചി പൈപ്പേഴ്സ്, തിരുവനന്തപുരം കൊമ്പൻസ് എന്നീ 6 ടീമുകളാണ് ആദ്യ സീസണിൽ പങ്കെടുക്കുക. 45 ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യ സീസൺ സെപ്റ്റംബർ ആദ്യവാരം തുടങ്ങും. തിരുവനന്തപുരം, കൊച്ചി, മഞ്ചേരി എന്നിവയാണ് വേദികൾ. കേരള ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിനമാണ്. കേരളത്തിൽ വർഷങ്ങളായി ഫുട്ബോൾ കളികൾ അതിനാസ്വദിക്കാനും അതിനേറ്റെടുക്കാനും എല്ലാ ഭാഗങ്ങളും തയ്യാറായി. ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് ഇതാദ്യമായാണ് സൂപ്പർ ലീഗ് ഫുട്ബോൾ നടക്കുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോർ ലൈനും സംയുക്തമായാണ് ലീഗ് നടത്തുന്നത്. ഓരോ ടീമിലും 4 വിദേശ താരങ്ങളെ ഉറപ്പാക്കും. നിശ്ചിത എണ്ണം മലയാളി താരങ്ങളും ഉണ്ടാകും. ഹോം ആൻഡ് എവേ അടിസ്ഥാനത്തിൽ 30 മത്സരങ്ങളാണ് ലീഗിന്റെ ആദ്യ റൗണ്ടിൽ ഉണ്ടാവുക. നോക്കൌട്ട് ഘടനയിൽ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളും നടക്കും. സ്റ്റാർ സ്പോർട്സിൽ തത്സമയ സംപ്രേഷണം ഉണ്ടാകുമെന്നും സംഘാടകർ. എല്ലാ ടീംസും വളരെ വളരെ സ്ട്രോങ് ടീംസാണ്. ടോപ്പ് ബിസിനസ് ആൾക്കാരാണ് നമ്മുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ടീം ഓണേഴ്സ് വന്നിരിക്കുന്നത്. മിക്കവാറും കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്പോർട്സിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കില്ലാതിരിക്കും. ബട്ട് അതൊരു പ്രോസസ്സാണ്. ആൻഡ് അതൊരു സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു ബെനിഫിറ്റാണ് അവർ കൊണ്ടുവരുന്നത്. എന്താ വെച്ചാൽ ഇന്നത്തെ യൂത്ത് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക ആൻഡ് അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതൊരു സോഷ്യൽ ഓൺട്രപ്രീനിയർഷിപ്പ് ആണ്. ഏകദേശം 75 കോടി രൂപയുടെ നിക്ഷേപമാണ് ആദ്യ സീസണിൽ പ്രതീക്ഷിക്കുന്നത്. വളർന്നു വരുന്ന കളിക്കാർക്ക് കേരളത്തിൽ തന്നെ മികച്ച വരുമാനം ലഭിക്കുന്ന താരങ്ങളാകാൻ സൂപ്പർ ലീഗ് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. ISL ഉൾപ്പെടെയുള്ള ദേശീയ ലീഗുകളിൽ എത്താനുള്ള അവസരമുണ്ടാക്കുകയും ലക്ഷ്യമാണ്. കൂടുതൽ കളിക്കാർക്ക് വിദേശ താരങ്ങൾക്കൊപ്പം കളിക്കാനും പരിശീലനം നടത്താനും കഴിയും. വരും വർഷങ്ങളിൽ കൂടുതൽ ടീമുകൾ കൂടി വരുന്നതോടെ സൂപ്പർ ലീഗ് കേരള കൂടുതൽ സൂപ്പറാകുമെന്നുറപ്പ്. റിപ്പോർട്ടർ, കൊച്ചി.